നെല്ലിക്കമ്പകയിൽ നൈറ്റ് റൈഡേഴ്സ് നൗഫൽ അബ്ദുള്ള എഡിറ്റർ പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള പുതിയ പടം. മാത്യു തോമസ് ആണ് മെയിൻ ലീഡ് വരുന്നത്. മാത്യു തോമസ് മാത്രമല്ല, നമ്മുടെ ശരത് സഭ, റോഷൻ ഷാനവാസ്, ഇവരൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ഇതൊരു ഹൊറർ കോമഡി, ആ ഒരു ജോണറിൽ വരുന്ന പടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു പടം നടക്കുന്നത് ഇതൊരു എന്താ പറയുക, ഒരു തമിഴ്നാട് കേരള ബോർഡറിലൊരു ചെറിയ ഗ്രാമം. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, അപ്പോൾ അത് ഇതിനകത്ത് കാലഘട്ടമൊന്നും അങ്ങനെ ഒരു ഇന്ന ടൈം പീരീഡ് അങ്ങനെ ഒരു മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും ഇതിനകത്ത് അവരുടെ കോസ്റ്റ്യൂമും ഈ പറഞ്ഞ പോലെ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു 2000 അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ റീസൺ എനിക്ക് തോന്നിയത് ഇതിനകത്ത് ആ ശരത് സഭ പുള്ളിക്ക് ഒരു ഓട്ടമുണ്ട്, അതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു ഓട്ടമുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് സവാരിഗിരി എന്നാണ്. അപ്പോൾ ഇരിക്കുന്ന രാവണപ്രഭു ഒക്കെ ഇറങ്ങിയ സമയം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, അങ്ങനെ ആ ഒരു അതെനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നത്, 2001 ആ ഒരു സമയം. അങ്ങനെ അതിനകത്ത് മൊത്തം നമുക്ക് കാണുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടവും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സൈഡ് അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ എടുത്തു പറയാനുള്ള പെർഫോമൻസസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മാത്യു, പിന്നെ നമ്മുടെ ശരത് സഭ, റോഷൻ ഷാനവാസ്, ഇവരല്ലാതെ പിന്നെ അബു സലീം, റോണി ഡേവിഡ്സ്, നസീർ സംക്രാന്തി, പിന്നെ സൈനുദ്ദീൻ ചേട്ടൻ്റെ മകൻ, അങ്ങനെ കുറച്ച് പേര് ഏറ്റവും നന്നായിട്ട്, പിന്നെ മീനാക്ഷി ലീഡ് ചെയ്തിട്ടുണ്ട് കുട്ടി. ഇങ്ങനെ ഇവരെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പെർഫോമൻസ് വൈസിലേക്ക് വരുമ്പോൾ അത്രയും നന്നായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ജോണർ, ഒരു ഹൊറർ കോമഡി എന്നൊരു ജോണറിലേക്ക് വരുന്ന സമയത്ത് അവർ കാണിച്ചിട്ട്, അല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെ പേടിപ്പെടുത്തുന്ന കാര്യം തിയേറ്ററിൽ നമ്മളെ ചിരിപ്പിക്കുക, എന്നാൽ മാത്രമല്ല അവർക്കൊരു അതൊരു സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ കാര്യത്തിൽ അവർ സക്സസ് തന്നെയാണ്. അത്രയും നന്നായിട്ട് തന്നെ, അതായത് തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിരി കൊണ്ടുവരാൻ ഈ ഒരു ടീമിന് സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഇപ്പം എന്താ പറയുക, ഒരു മൊത്തം ഒരു പടത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് നല്ലൊരു മൊമെൻറ്റം കീപ്പ് ചെയ്തൊരു പടം, നല്ല രീതിയിൽ ഭയങ്കര രസമായിട്ട്, അതിപ്പോൾ ഒരു ഇച്ചിരി പേടിയുടെ കാര്യത്തിലാണെങ്കിലും നല്ല ചിരി ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് തുടക്കം നന്നായിട്ട് തന്നെ വന്ന് ഇടയ്ക്കൊരു ഡിപ്പുണ്ട്, ഒന്ന് ഡൗൺ ആയി പടം. അത് ആ ഒരു അങ്ങനെ ആയിരിക്കാം, ആ ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കാം അതിൻ്റെ ഒരു വന്നിരിക്കുന്ന രീതി. പക്ഷെ അവിടുന്ന് അങ്ങനെ ഒരു ഡൗൺ വന്നിട്ട് പിന്നെ ഒന്ന് അപ്പാവുന്ന ഒരു അതല്ലെങ്കിൽ അപ്പം ആകുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഹാഫിൽ കണ്ട ആ ഒരു മൊമെൻറ്റം അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്യാത്തവരെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് പറഞ്ഞ പടം അത് ആ സൈഡ് മോശമൊന്നുമല്ല, അതും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു സാധനം ഇതിലേക്ക് വന്ന സമയത്ത് ഇച്ചിരി ഡൗൺ ആയ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അത് മാത്രമാണ് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ബാക്കി അതൊരു പടം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു മ്യൂസിക്കൽ സൈഡിലോട്ട് വരുമ്പോഴാണെങ്കിലും എല്ലാം മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. നമുക്കൊരു എൻ്റർടൈനർ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്.